ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോഹിറ്റൻ മിസ്ട്രി എഴുതിയ ഫൈൻ ബാലൻസ് എന്ന് പറയുന്ന ഒരു വർക്കാണ്. സോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക, അതുപോലെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കാരണം ഡെയിലി ക്ലാസ്സസ് ഉള്ളതാണ്. സോ ഇന്ത്യൻ ഫിക്ഷൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനുള്ളതാണ്. സോ മറക്കാണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഫൈൻ ബാലൻസിൻ്റെ ഓതർ റോഹിറ്റൻ മിസ്ട്രീനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല മെറ്റീരിയലാണത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് അത് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആദ്യം നമുക്ക് റോഹിൻറ്റൺ മിസ്ട്രീനെ കുറിച്ചൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ അത് ജസ്റ്റ് വായിക്കുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. സോ ഞാൻ മലയാളത്തിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ റോഹിൻറ്റൺ മിസ്ട്രി വാസ് ബോൺ ഇൻ ബോംബെ, നൗ മുംബൈ, ഇന്ത്യ in 1952. He graduated with a degree in mathematics from the University of Bombay in 1974. He emigrated to Canada with his wife the following year, settling in Toronto where he worked as a bank clerk, studying English and philosophy part-time at the University of Toronto, and completing his second degree in 1982. Mistry wrote his first short story, One Sunday, in 1983, winning first prize in the Canadian Hart House Literary Contest. Then an award he also won the following year for his short story, Auspicious Occasion. Then it was followed in 1985 by the Annual Contributors Award from the Canadian Fiction Magazine, and afterwards the aid of Canada Council grant, he left his job to become a full-time writer. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ഉൾപ്പെടുത്താനുള്ള ഒരു പാരഗ്രാഫ് കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ സ്വന്തം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം, റോഹിൻറ്റൺ മിസ്ട്രി എന്ന് പറയുന്ന ഒരു ഡയസ്പോറിക് റൈറ്ററാണ്. നമ്മൾ ഫൈൻ ബാലൻസ് എന്ന് പറയുന്ന വർക്ക് ഡിസ്കസ് ചെയ്തപ്പം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഡയസ്പോറ, അതുപോലെ ഡയസ്പോറിക് റൈറ്റിങ്സ് എന്താണെന്നുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഫൈൻ ബാലൻസിൻ്റെ വീഡിയോ ഫൈൻ ബാലൻസ് അല്ല, ടെമ്പററി പീപ്പിളുടെ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, പോയി കാണാം. നമുക്കിത് ഐകാർഡിൽ ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി സമ്മറി ഓഫ് ഫൈൻ ബാലൻസ്. സോ ഇതിൻ്റെ സമ്മറി നോക്കാം. അപ്പം സമ്മറി എന്ന് പറയുമ്പം നമുക്ക് ക്യാരക്ടേഴ്സിലൂടെ നമുക്കിതിൻ്റെ സ്റ്റോറി മനസ്സിലാക്കാം. അതാകുമ്പം ക്യാരക്ടർ അനാലിസിസും നടക്കും, സമ്മറിയും നടക്കും. ഓക്കെ, സോ ഈശ്വർ ആൻഡ് ഓം സ്റ്റോറി. ഈശ്വറും ഓമുമാണ് ഇതിലൊരു പ്രൊട്ടാഗണിസ്റ്റ്, അല്ലെങ്കിൽ രണ്ട് പേര് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സാണ്. So Ishwar and Om Prakash family is a part of the Chamar caste who traditionally cured leather and were considered untouchable. സോ ഇതിൽ ഈശ്വറും ഓം പ്രകാശും എന്താണ്, ഈ ഷൂസൊക്കെ ലെതർ ഷൂ ഒക്കെ തുന്നുന്ന, അല്ലെങ്കിൽ ചെരുപ്പൊക്കെ തുന്നുന്ന ആളുകൾ, ലെതർ തുന്നുന്ന ആളുകളാണ്. അത് അവരുടെ ട്രഡീഷണൽ വർക്കാണ്, ട്രഡീഷണൽ ജോബാണ്. ആൻഡ് ചാമർ എന്ന് പറയുന്ന കാസ്റ്റിലാണ് ഇവർ പെടുന്നത്. അതുപോലെ തന്നെ ദേ ആർ അൺടച്ചബിൾ. ഓക്കെ, in the attempt to break away from the restrictive caste system, Ishwar's father apprentices the sons Ishwar and Narayan to a Muslim tailor, Ashraf Chacha, in a nearby town, and so they became tailors. സോ ഈ ഒരു കാസ്റ്റിസത്തിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇവർ അൺടച്ചബിൾ ആണ്. കാരണം കുലത്തൊഴിൽ ലെതറൊക്കെ തുന്നുന്ന ഒരു ജോലിയാണല്ലോ. സോ ഈ ഒരു അൺടച്ചബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ജോലി പോരാ, അതൊരു കൾച്ചറില്ലാത്ത ജോലിയാണ്, അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലിയാണെന്ന് വിചാരിച്ചിട്ട് ഈശ്വറിനെയും ഓം പ്രകാശിനെയും അവരുടെ ഫാദർ എന്ത് ചെയ്യാണ്, ഒരു ടൈലറിൻ്റെ, അതായത് ആ നാടിൻ്റെ അടുത്തുള്ള ഒരു ടൈലറിൻ്റെ അടുത്ത്, അഷ്റഫ് ചാച്ച എന്നാണ് ആളുടെ പേര്, ടൈലറിൻ്റെ പേര്, മുസ്ലിമാണ്. സോ അവരുടെ അടുത്തേക്ക് അപ്രൻറ്റീസായിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഓം പ്രകാശ് എന്ന് പറയുന്നത് നാരായണൻ്റെ മകനാണ്. അങ്ങനെ നാരായണൻ്റെ മകൻ ഓം പ്രകാശും അവൻ്റെ ഫ്രണ്ട് ഈശ്വറും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോവാണ്, അതായത് മുംബൈയിലേക്ക് പോവാണ് ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവിടെയും എന്താണ്, അവർ ഈ ഒരു
നാരായൺ എന്ത് ചെയ്യാണ്, അവിടെ കൊല്ലപ്പെടുകയാണ്. അതായത് നാരായണൻ്റെ നാട്ടിൽ, അതായത് ഓം പ്രകാശിൻ്റെയും ഈശ്വറിൻ്റെയും നാട്ടിൽ കാസ്റ്റിസം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അപ്പർ കാസ്റ്റിലുള്ള ആളുകൾ എന്ത് ചെയ്തു, പിന്നെ നാരായണനെ കൊന്നു. ഓക്കെ, സോ നാരായൺ ആൻഡ് ഓം പ്രകാശ് ആർ ദി ഓൺലി ടു ഹൂ എസ്കേപ്പ് ദ കില്ലിങ് ആസ് ദി ലോഡ്ജ്ഡ് വിത്ത് ദി അഷ്റഫ് ഇൻ ദി നിയർ ബൈ ടൗൺ. അടുത്ത ടൗണിലേക്ക് അവർ പെട്ടെന്ന് പോയതുകൊണ്ട് ഓം പ്രകാശും അതുപോലെ ഈശ്വറും കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടു. അഷ്റഫിൻ്റെ കൂടെയായിരുന്നു അവർ പിന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ നെക്സ്റ്റ് വരുന്ന ഒരു ക്യാരക്ടർ ദീനദയാലാണ്. സോ ഈ ഒരു ഈ ഒരു ബുക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ നമ്മൾ ടൈലേഴ്സ് ആയിട്ടുള്ള ഈശ്വരും ഓം പ്രകാശും എന്ത് ചെയ്യാണ്, ദിനയുടെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. ട്രെയിൻ വഴിയാണ് അവർ പോകുന്നത്. വൈൽ ഓൺ എ ട്രെയിൻ ദേ മീറ്റ് എ കോളേജ് സ്റ്റുഡൻറ്റ് named Manak Kohla, who coincidentally is also on this way to the flat of Dina Dalal to be a boarder. അതായത് ഈ ട്രെയിൻ യാത്രയുടെ ഇടയിൽ വേറൊരാളെ കാണുകയാണ്. മാനക്ക് എന്നാണ് ആ കുട്ടിയുടെ പേര്, ആളുടെ പേര്, ഒരു സ്റ്റുഡൻ്റാണ്. ആൻഡ് ആ കുട്ടിയും എങ്ങോട്ട് പോവുകയാണ്, ദിനയുടെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. മാനക് ഫ്രം എ സ്മോൾ മൗണ്ടൻ വില്ലേജ് ഇൻ നോർത്തേൺ ഇന്ത്യ മൂവ്സ് ടു ദ സിറ്റി ടു acquire a college certificate as a backup in case his father's soft drink business is no longer able to compete after the building of a highway near their village. എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ടൗണിലുള്ള ഒരു വില്ലേജിലുള്ളൊരു പിന്നെ ഒരു ആളായിരുന്നു. ആൻഡ് ആളുടെ അച്ഛൻ്റെ ജോബ് എന്ന് പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ വിൽക്കുന്ന ഒരു ബിസിനസ്സാണ്. സോ മാനക്ക് സിറ്റിയിലേക്ക് വരുന്നത് ഒരു കോളേജ് സർട്ടിഫിക്കറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ദെൻ മാനക്കും അതുപോലെ ഈശ്വറും ഫ്രണ്ട്സായി. ഓം പ്രകാശും അവർ 3 പേര് ഫ്രണ്ട്സായി. അങ്ങനെ ഒരുമിച്ച് അവർ 3 പേരും കൂടി ദിനയുടെ ഫ്ലാറ്റിൽ പോവാണ്. ദെൻ ഈശ്വറിനും ഓമിനും ദിന ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദിന വർക്ക് കൊടുത്തു. ദെൻ മാനക്ക് അവരുടെ കൂടെ നിൽക്കുന്നതിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു. സോ അവരെല്ലാവരും നല്ല ഫ്രണ്ട്സായി എന്ന് അർത്ഥം. ഇനി ദിന ആരാണെന്ന് നോക്കാം. ദിന ഗ്രൂ അപ്പ് ഇൻ എ വെൽത്തി ഫാമിലി. Her father was a medical doctor who died when she was 12. Her mother was withdrawn and unable to take care of Dina after her father's death, so the job fell in Nuswan, Dina's elder brother. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദിന എന്ന് പറയുന്നത് ഒരു വെൽത്തി ഫാമിലിയിൽ ജനിച്ച കുട്ടിയായിരുന്നു. അച്ഛൻ ഡോക്ടറായിരുന്നു. അവൾക്ക് 12 വയസ്സായപ്പം അച്ഛൻ മരിച്ചു. പിന്നെ മദർ അവളെ ടേക്ക് കെയർ ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. അച്ഛനില്ലാണ്ട് ടേക്ക് കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ജോബ് എന്തായി, അച്ഛൻ മരിച്ചതുകൊണ്ട് ആ ജോബ് അവളുടെ എൽഡർ ബ്രദറായിട്ടുള്ള നുസ്വാന് കൊടുത്തു. ഓക്കെ, ദെൻ നുസ്വാൻ വാസ് റേദർ അബ്യൂസീവ് ടു ദിനയോട് ഭയങ്കര അബ്യൂസീവായിട്ടുള്ള രീതിയിലായിരുന്നു നുസ്വാൻ പെരുമാറിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഹി വാസ് എ സിമ്പിൾ ഓഫ് പാട്രിയാർക്കി. ഓക്കെ, ആൺമേധാവിത്വത്തിന് ഒരു റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നുസ്വാൻ എന്ന് പറയുന്നത്. ആൻഡ് നുസ്വാൻ ഫോഴ്സ്ഡ് ഹെർ ടു do all cooking, cleaning and drop out of school and hitting her when she went against his wishes. അതായത് അവൻ പറയണ അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിന എന്ത് ചെയ്യാണ്, അയാളെ കൊണ്ട് വല്ലാണ്ട് ഉപദ്രവം സഹിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളെ ഫോഴ്സ്ഫുള്ളി കുക്കിംഗ് ചെയ്യിക്കുക, ക്ലീനിങ് ചെയ്യിക്കുക. അതായത് ഒരു പെണ്ണായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു നുസ്വാൻ ഉണ്ടായിരുന്നത്. അതുപോലെ അവളുടെ വിദ്യാഭ്യാസം മുടക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിന അയാൾക്കെതിരെ ഭയങ്കര റെബലായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മളെ ദീനദയാൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ അവളുടെ ഹസ്ബൻഡിനെ അവൾ തന്നെ കണ്ടെത്തി. ഓക്കെ, റസ്റ്റം ദലാൽ എന്നായിരുന്നു ആളുടെ പേര്. കെമിസ്റ്റ് ആയിരുന്നു ആൾ. ആൻഡ് നുസ്വാൻ ആൻഡ് ഹിസ് വൈഫ് റൂബി were happy to let her marry റസ്റ്റം ആൻഡ് മൂവ് ടു ഹിസ് ഫ്ലാറ്റ്. പക്ഷേ അവളെ കല്യാണം കഴിപ്പിക്കുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് മാറി താമസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ദിനയും നമ്മുടെ റസ്റ്റും നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഹീ ഡൈഡ് ഓൺ ദയർ 3rd വെഡ്ഡിങ് ആനിവേഴ്സറി ആഫ്റ്റർ ബീങ് ഹിറ്റ് ബൈ എ കാർ വൈൽ ഓൺ ഹിസ് ബൈസിക്കിൾ. അപ്പം ആ ബൈസിക്കിളിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു കാറ് വന്നിടിക്കുകയാണ്. കാറ് വന്നിടിച്ചിട്ട് ആൾ മരിക്കുകയാണ് ചെയ്യുന്നത്.
Dina became a tailor under the guidance of Rustam's surrogate parents to avoid having to move with Nuswan. After 20 years, her eyesight gave out from complicated embroidery and she was once again jobless. She eventually met a lady from the company called Au Revoir Exports, Mrs. Gupta, who would buy റെഡിമെയ്ഡ് ഡ്രസ്സസ് ഇൻ പാറ്റേൺസ്. അതായത് പിന്നെ ഇതിനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റസ്റ്റമിൻ്റെ ഫാദറിൻ്റെ പാരൻസിൻ്റെ അണ്ടറിൽ ടൈലറായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ ഹെവി ആയിട്ടുള്ള വർക്ക് കാരണം ആളുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ അവൾ ജോബ്ലെസ് ആയി. അങ്ങനെ ആളെന്ത് ചെയ്യുകയാണ്, ഒരു റേവിയോർ എന്ന് പറയുന്ന ഒരു എക്സ്പോർട്ട് കമ്പനീൻ്റെ അവരുടെ കമ്പനിയിൽ ഒരു ലേഡീനെ, മിസ്സിസ് ഗുപ്ത എന്ന് പറയുന്ന ആളെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അവർ റെഡിമെയ്ഡ് ഡ്രസ്സസ് വാങ്ങാൻ പാറ്റേൺ ഡ്രസ്സസ് വാങ്ങാൻ റെഡി ആയിരുന്നു. അങ്ങനെ ദിന എന്ത് ചെയ്യുകയാണ്, വീണ്ടും അവളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദിന ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സസൊക്കെ വാങ്ങാൻ അവരുടെ കമ്പനി തയ്യാറാണെന്ന് അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ആ ഒരു പുവർ ഐസൈറ്റാണ് ആയിട്ട് കൂടിയും അതുപോലെ അവളുടെ കണ്ണിന് ഒരുപാട് ഹെവി വർക്ക് ആയതുകൊണ്ട് പിന്നെ ദിനയ്ക്ക് കണ്ണിൻ്റെ ഐസൈറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവൾ ഒരുപാട് ടൈലേഴ്സിനെ ഹയർ ചെയ്തു. ഓക്കെ, അതായത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓം പ്രകാശും അതുപോലെ നമ്മുടെ ഈശ്വറും ദിനയുടെ അണ്ടറിൽ ടൈലറായിട്ട് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ പൈസ കൊടുത്തിട്ട് ആളുകളെ ജോബിന് വെക്കുകയും അങ്ങനെ ഒരു ഇൻകം ഏൺ ചെയ്യാനും തുടങ്ങി. അങ്ങനെ ദിന എന്ത് ചെയ്യാണ്, ദ ടൈലേഴ്സ് റെന്റ് ദെയർ ഓൺ സ്വിങ് മെഷീൻ ആൻഡ് കം ദിനാസ് ഫ്ലാറ്റ് ആൻഡ് ഈച്ച് ഡേ ഫോർ നിയർലി 2 weeks ബിഫോർ ദ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഡ്രസ്സസ് ഈസ് കംപ്ലീറ്റഡ്. അങ്ങനെ റെൻറ്റിന് അവരെന്ത് ചെയ്യാണ്, സ്വിങ് മെഷീൻസൊക്കെ വാങ്ങുന്നു. വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യാണ്, എല്ലാ ദിവസവും വന്നിട്ട് ദിനയുടെ ഫ്ലാറ്റിൽ വന്നിട്ട് ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ അങ്ങനെ അത്രയും ബ്രേവായിട്ടുള്ളൊരു വുമണായിരുന്നു നമ്മുടെ ദിന എന്ന് പറയുന്നത്. The three get along fairly well, but Dina and Om Prakash do not see eye to eye all the time. Okay, Om Prakash is angry with Dina is middle person. He wants to sue for our review directory. So അതിൻ്റെ ഇടയിൽ അവർ മൂന്നുപേരും തമ്മിൽ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് പിന്നീട് നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇനി വരുന്നത് മനക്കിൻ്റെ സ്റ്റോറിയാണ്. Manek was born in mountain town in the Kashmir Valley to loving parents Mr. and Mrs. Kohla. Manek is drawn to the natural scenery of his homeland, straddled between the Himalayas. His father owned a grocery store that had been in the family for generations. മനക്ക് എന്ന് പറയുന്നത് ഒരു കാശ്മീരിലൊരു വാലിയിലാണ് ആൾ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് മിസ്സിസ് ആൻഡ് കോഹ്ല ആണ് ആളുടെ പാരൻസ് എന്ന് പറയുന്നത്. ആൻഡ് വളരെ ലവിങ് ആയിട്ടുള്ള പാരൻസാണ്. മാത്രമല്ല ആൾക്ക് ഹോംലാൻഡിനെ കുറിച്ചുള്ള നൊസ്റ്റാൾജിയും അതുപോലെ തന്നെ ഹോംലാൻഡിനോട് ഒരുപാട് അട്രാക്ഷൻ ഉള്ള ഒരാളായിരുന്നു മനക്ക് എന്ന് പറയുന്നത്. ഹോംലാൻഡിൻ്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. ദെൻ ഫാദറിന് ഒരു ഗ്രോസറി സ്റ്റോർ ഉണ്ടായിരുന്നു. ഇതൊക്കെ ജനറേഷനായിട്ട് അവർ കൈമാറി വരുന്നൊരു ഗ്രോസറി സ്റ്റോറായിരുന്നു ഈ ഒരു പിന്നെ ഫാദറിന് ഉണ്ടായിരുന്നത്. The store sold household necessities and manufactured the locally popular soda, cola. Manak spent his days going to school, helping at store, and going on walks with his father. When he was in the 4th standard, Manik was sent to boarding school to help his education, much to his dismay. അതായത് ആള് നല്ല കുട്ടിയായിരുന്നു കേട്ടോ. ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് എല്ലാവരും സഹായിക്കും. ആൻഡ് അവിടെ വിറ്റിരുന്ന പോപ്പുലർ ആയിട്ടുള്ള സോഡയും അതുപോലെ കോളയൊക്കെ ആയിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹൗസ് ഹോൾഡായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ 4ാം ക്ലാസ് പഠിച്ചപ്പം ആൾ ബോർഡിംഗ് സ്കൂളിൽ പോയി. ആളുടെ എഡ്യൂക്കേഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ബോർഡിംഗ് സ്കൂളിൽ എത്തിയപ്പം ആൾക്ക് ഭയങ്കര സങ്കടമായി. ഓക്കെ, അതൊരു ഡിസ്മയിലെത്തിച്ചു. പിന്നെ അതിനുശേഷം പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ബിക്കോസ് വീട്ടിൽ നിന്ന് ഒരിക്കലും വിട്ടു പോകാൻ വേണ്ടിയിട്ട് ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് പാരൻസിന് വിട്ടു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു ഫീൽ അദ്ദേഹത്തെ വളരെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
Manek goes to college and stays at the student hostel. Manek becomes friends with his neighbor Avinash, who is also the student president and who teaches him how to get rid ഓഫ് വേർമിൻ ഇൻ ഹിസ് റൂം. അതായത് അവിടെ വെച്ചിട്ട് ഹോസ്റ്റലിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് കോളേജിലെത്തിയിട്ട്. ദെൻ അവിടെ ഒരു നെയ്ബറായിരുന്ന ആളെ കാണുന്നു, അവിനാഷ് എന്നാണ് ആളുടെ പേര്, ആൻഡ് സ്റ്റുഡൻറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു. പിന്നെ അവനാണ് എങ്ങനെ ഒരു പിന്നെ ഈ ഒരു റൂമിൽ നിന്ന് വേർമിനായിട്ടുള്ള റൂമിൽ നിന്ന് ഗെറ്റ് റീഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ നെയ്ബറായിട്ടുള്ള അവിനാഷായിരുന്നു. Avinash also teaches Manek chess and play together often. Avinash later becomes involved in political events for which Manek has little interest, and their friendship is no longer a priority for Avinash. And they start seeing each other quite infrequently. But when the emergency was declared in India, political activists had to go into hiding in order to be safe, Avinash included. അതായത് പിന്നെ അവിനാഷുമായിട്ട് കമ്പനി കുറയുകയാണ് ചെയ്തത്. പിന്നെ ചെസ്സ് കളിക്കാനും അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവിനാഷ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവിനാഷ് പൊളിറ്റിക്കലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി. പക്ഷേ മനക്കിന് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ തമ്മിൽ വല്ലാതെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദെൻ എമർജൻസി പീരീഡ് ആയ സമയത്ത് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകൾ എന്താണ് ഒളിവിൽ പോകേണ്ടി വരും എന്നുള്ളത് ഒരു ഡിക്ലറേഷൻ വന്നു ഇന്ത്യയിൽ. അതാണ് സേഫ് എന്നുള്ളത് വന്നു. ഓക്കെ, അപ്പോൾ എമർജൻസി പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു വർക്കിൻ്റെ ഏറ്റവും വലിയൊരു ബാക്ക്ഗ്രൗണ്ടാണ്. സോ സമ്മറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ് ഡിസ്കസ് ചെയ്യും. സോ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എമർജൻസി പീരീഡിൻ്റെ കോൺസിക്വൻസസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഈ ഒരു വർക്കിൻ്റെ മൊത്തത്തിലൊരു പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എമർജൻസി തന്നെയാണ് കേട്ടോ. സോ എമർജൻസി പീരീഡിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം ഹൈഡ് ആവണം അല്ലെങ്കിൽ ഒളിവിൽ പോകണം എന്നുള്ളൊരു ഇന്ത്യൻ ഗവൺമെൻറ് ഡിക്ലറേഷൻ വന്നപ്പം എല്ലാവരും ഒളിവിൽ പോയി. അങ്ങനെ അവിനാഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്തു അവിടെ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിനാഷ് പോയപ്പം അവിടെയുള്ള ഫെലോ ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്തു, മറ്റുള്ള സ്റ്റുഡൻസ് നമ്മുടെ മനക്കിന് റാഗ് ചെയ്തു. ഓക്കെ, അപ്പം അതൊരു ഡിസ്കംഫേർട്ടായപ്പം മനക്കിൻ്റെ അമ്മ എന്ത് ചെയ്തു, ചൂസ് ചെയ്ത ഒരു ഓപ്ഷനാണ് മനക്കിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അവർ ദലാലിൻ്റെ വീട്ടിലെത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് എമർജൻസീൻ്റെ എഫക്റ്റ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആൻഡ് ഇഫക്ട്സ് ഓഫ് ദി എമർജൻസി. അപ്പോൾ ഇത് അനാലിസിസ് എഴുതുമ്പോൾ ഈ ഒരു വർക്കിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു എമർജൻസി പീരീഡിനെ കുറിച്ച് നിങ്ങൾ കുറച്ചൊരു ഇൻട്രൊഡക്ഷനോ എന്തെങ്കിലുമൊക്കെ ഒരു പാരഗ്രാഫ് അതിൽ കുത്തിക്കൊള്ളിച്ച് എഴുതണം കേട്ടോ, ബിക്കോസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദിന ആൻഡ് Taylor's business runs fairly smoothly for almost a year, but affects the emergency bother them often. The shanty town where the Taylors live is knocked down in a government beautification program, and the residents are uncompensated, the forced to move into streets. അതായത് എമർജൻസി പീരീഡ് ആയപ്പോൾ ഒരു വർഷത്തോളം നമ്മുടെ ദിനയുടെ ടൈലറിങ് ബിസിനസ് എന്താണ് ഒരു കുഴപ്പമില്ലാണ്ട് പോയിരുന്നു. പക്ഷേ എമർജൻസി പീരീഡ് വന്നപ്പം ആകെ പ്രശ്നമായി. അവർക്ക് ടൗൺ ഏരിയയിൽ നിന്ന് എല്ലാവരും സ്ട്രീറ്റിലേക്ക് ഇറങ്ങേണ്ടി വന്നൊരു അവസ്ഥ വന്നു, പെരുവഴിയിലായ അവസ്ഥ വന്നു. കാരണം എമർജൻസി പീരീഡിൻ്റെ ഒരു പ്രത്യേകത 1975 എമർജൻസി വരുന്നത് അല്ലേ. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് എമർജൻസി പീരീഡ് വരുന്നത്. അവിടെ ഒന്നും പത്രം, നെറ്റ്വർക്കുകൾ, ഈവൻ ഭക്ഷണ സാധനങ്ങൾ വരെ വിൽക്കാൻ ആർക്കും പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ആളുകൾ കൂട്ടത്തോടെ നിൽക്കാൻ പാടില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. സോ ആ സമയത്ത് നമ്മുടെ കൊറോണ വന്ന പോലെ തന്നെ സോ എല്ലാത്തിൻ്റെയും പത്രം, വൈദ്യുതി എല്ലാം മുടക്കിയിരുന്നു. ആ സമയത്ത് ആളുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എത്ര പേര് മരിച്ചു, ആരൊക്കെ എങ്ങോട്ടൊക്കെ പോയി, അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങളും അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ ഹെയറാർക്കി ഉണ്ടായിട്ടുള്ളൊരു ടൈമായിരുന്നു എമർജൻസി എന്ന് പറയുന്നത്. സോ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ തന്നെ ഇന്ദിരാഗാന്ധിനെ നെക്സ്റ്റ് ഇലക്ഷനിൽ തോൽപ്പിക്കാൻ ഉണ്ടായ സാഹചര്യങ്ങളിലൊന്നായിരുന്നു ഈ ഒരു എമർജൻസി എന്ന് പറയുന്നത്. സോ ഈ സമയത്ത് ഇവരുടെ ബിസിനസ്സും എന്തായി, ഡൗൺ ആവാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഈശ്വറും ഓമും എന്താവുകയാണ്, പോലീസിൻ്റെ പിടിയിലാവുന്നു. പിന്നെ അവർ ബഗേഴ്സിൻ്റെ ഇടയിൽ ബഗേഴ്സിനെ റെയ്ഡ് ചെയ്തപ്പം അതിൻ്റെ ഇടയിൽ പെടുകയാണ് ചെയ്തത്. ഇതിനെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അവർക്ക് കുറച്ചു കാലം അവിടുത്തെ ഒരു ലേബർ ക്യാമ്പിലേക്ക് അവർ രണ്ടുപേരെ വിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പിന്നെ കുറച്ചു കാലം ദിനയ്ക്ക് എന്ത് ചെയ്തു,
ഈശ്വറിൻ്റെ ഭാര്യയായിട്ടും അതുപോലെ തന്നെ ഈശ്വറിൻ്റെയും പിന്നെ ദിനയുടെയും മകനായിട്ട് നമ്മുടെ ഓമും കുറേ കാലം അങ്ങനെ പ്രിറ്റൻഡ് ചെയ്ത് നടന്നു. കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടി, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈശ്വർ ആൻഡ് ഓം returned to their village to find a wife for Om Prakash, who is now 18. Manak returns home finished with his work year in college, but has stiff relation with his family and finds that his father's business is failing due to the invasion of cheap commercial sodas. He takes a lucrative job in Middle Eastern Dubai to escape the conditions. സോ അപ്പം ഈശ്വരും ഓമും വില്ലേജിലേക്ക് റിട്ടേൺ ചെയ്തു. എന്തിനാന്ന് വെച്ചാൽ ഓം പ്രകാശിന് വൈഫിനെ കണ്ടെത്താൻ വേണ്ടി. കാരണം അന്ന് 18 വയസ്സായിട്ടുണ്ടായിരുന്നു ഓം പ്രകാശിന്. സോ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നാട്ടിലേക്ക് വരികയാണ്. നമ്മുടെ മനക്കും നാട്ടിലേക്ക് പോയി. പക്ഷെ അവിടെ ബിസിനസ് ആകെ ഡള്ളായിരുന്നു, അച്ഛൻ്റെ ബിസിനസ് ഡള്ളായിരുന്നു. അങ്ങനെ മനക്ക് എന്ത് ചെയ്തു, ദുബായിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ദിന ബീങ് എലോൺ നൗ and her protector, the beggar master, having been murdered, has no protection from the landlord, who wants to break her apartment rent control, charge more rent. അതായത് അവൾ നിന്നിരുന്ന ഫ്ലാറ്റ്, താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, അവർ ടൈലറിങ് നടത്തിയിരുന്നത്, അതിൻ്റെ റെൻറ്റ് ഒരുപാട് കൊടുക്കാനുണ്ടായിരുന്നു. ബിസിനസ് ഡള്ളായിട്ട് അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ദിനേനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഗർ മാസ്റ്റർ ആയിരുന്നു. അതായത് അവളെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ആൾ മരിച്ചു, ആൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു ലാൻഡ് ലോഡ്, അതായത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ ആൾ റെൻറ്റിൻ്റെ മേലെ റെൻ്റായിട്ട് ആകെ പ്രശ്നത്തിലായി. ദെൻ ദിന ഈസ് ഫോഴ്സ്ഡ് ടു മൂവ് ബാക്ക് ടു ഹെർ ബ്രദർ നുസ്വാൻസ് ഹൗസ്. അപ്പോൾ എവിടെയും നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ദിനയ്ക്ക് അവളുടെ ബ്രദറായിട്ടുള്ള നുസ്വാൻ്റെ അടുത്ത് പോകേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ നമ്മുടെ ഈശ്വറും അതുപോലെ ഓം എന്ത് ചെയ്യാണ്, അഷ്റഫ് ചാച്ച, അതായത് അവരുടെ ടൈലറിങ് പഠിപ്പിച്ച ആളെ മീറ്റ് ചെയ്യാണ്. ദെൻ മീറ്റ് ചെയ്തിട്ട് നമ്മുടെ അഷ്റഫ് ചാച്ച പിന്നെ അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ വില്ലേജിൽ ഈ ഒരു കാസ്റ്റിസത്തിൻ്റെ പ്രശ്നം അവർക്ക് വല്ലാണ്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അഷ്റഫ് ചാച്ചയ്ക്കും ഓമിനും ഈശ്വരനും അവിടെ നിന്ന് ഒരുപാട് ആളുകൾ അവരെ തല്ലുകയൊക്കെ ചെയ്തു. അപ്പോൾ അഷ്റഫ് ചാച്ച ഈസ് സോ ഓൾഡ് ആൻഡ് ഹീ ഈസ് ഗ്രേവ്ലി ഇഞ്ചുർഡ് ആൻഡ് ലേറ്റർ ഡൈസ് ഓൺ ദി സ്ട്രീറ്റ്. അങ്ങനെ ഈശ്വറും ഓം പ്രകാശും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരോട് യാചിക്കുകയാണ്. അതായത് അവിടെ ഒരു താക്കൂർ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, ആൾ ഭയങ്കര അപ്പർ കാസ്റ്റിലുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അവരെ വെറുതെ വിട്ടില്ല. താക്കൂർ ധരാംസി വന്നിട്ട് ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഓം പ്രകാശിന് എന്താ ചെയ്യാന്ന് വെച്ചാൽ കാസ്ട്രേഷൻ ചെയ്യുകയാണ്. കാസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ ഓർഗൻ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. സോ അങ്ങനെ ക്രൂരമായിട്ട് അവരെ വേദനിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈശ്വരൻ്റെ കാല് ആകെ ഇൻഫെക്ഷൻ വന്നിട്ട് ആകെ പഴുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റെറിലൈസ്ഡ് അല്ലാത്ത പിന്നെ ഇഞ്ചക്ഷനും അതുപോലൊക്കെ യൂസ് ചെയ്തിട്ട് അവൻ്റെ കാലും ഇവരെന്താ ചെയ്തിട്ടുണ്ടെന്തോ നന്നായിട്ട് ഇഞ്ചോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അവർക്ക് ആ കാലും ഒരു കാലിൻ്റെ ഇത് ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഈശ്വറും ഓമും എവിടെയും പോവാണ്ട് സ്ട്രീറ്റിൽ അങ്ങനെ അലഞ്ഞു തിരിയേണ്ടി വന്നവർക്ക് ആ ഒരു സ്ഥലത്തിൽ നിന്ന് തന്നെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വന്നു. താമസിക്കാനൊരു സ്ഥലമില്ല, റിലേറ്റീവ്സിനൊന്നും കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. ഇനി 1984 നടക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അതായത് ഈ ഇൻസിഡൻസ് എല്ലാം സംഭവിച്ചതിന് 8 വർഷത്തിന് ശേഷം എന്താണ്, മനക് റിട്ടേൺസ് ഹോം ഫോർ ദി സെക്കൻഡ് ടൈം ഫ്രം ദുബായ് ഫോർ ഹിസ് മദേഴ്സ് ഫ്യൂണറൽ. മനക് ഈസ് repulsed by the violence that follows after the Prime Minister's assassination, for which 6 are killed. He returns home and attends the funeral, but cannot bring himself truly miss his father, only the father of his young childhood. അതായത് 8 വർഷത്തിന് ശേഷം മനക്ക് ദുബായിൽ നിന്ന് വരികയാണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ദെൻ അതിൻ്റെ ഇടയിൽ അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു. പിന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ, പ്രൈം മിനിസ്റ്ററിൻ്റെ അസാസിനേഷൻ നടന്നു. സിഖുകാരായിരുന്നു കൊന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ. സോ
പിന്നീട് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അതായത് വന്നിട്ട് ആൾ പത്രങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചപ്പം ഒരു ഓൾഡ് ന്യൂസ് പേപ്പർ കണ്ടു. അതിലാണ് നമ്മുടെ അവിനാഷ്, അതായത് ഹോസ്റ്റലിൽ നമ്മുടെ മെനക്കിൻ്റെ ഫ്രണ്ടായിരുന്നുള്ള പൊളിറ്റീഷ്യൻ ആയിട്ടുണ്ടായിരുന്ന അവിനാഷിൻ്റെ സിസ്റ്റേഴ്സ് 3 സിസ്റ്റേഴ്സ് തൂങ്ങി മരിച്ചു. ബിക്കോസ് പാരൻസിൻ്റെ ഹ്യൂമിലേഷൻ കാരണമായിരുന്നു. കാരണം ഡൗറിൻ്റെ പേരിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാരണം അവർ 3 പേരും തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. ആൻഡ് പിന്നെ ദിനയിൽ ബോംബെയിലേക്ക് കാണാൻ പോകാൻ വേണ്ടി ആൾ തീരുമാനിക്കുകയാണ്, മെനക്ക് തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓമിനെയും ഈശ്വറിനെയും സ്ട്രീറ്റിൽ വെച്ച് കാണുന്നു. ബട്ട് ദ ഫോമർ 2 ടൈലേഴ്സ് ആർ നിയർലി അൺറെക്കഗ്നൈസബിൾ. 2 പേരും കണ്ടാൽ തിരിച്ചറിയാത്ത പോലത്തെ കോലത്തിലായിരുന്നു നമ്മുടെ ഈശ്വറും ഓമും ഉണ്ടായിരുന്നത്. കാരണം അത്രയും ഫിൽത്തി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. അതിൽ ഒരാളുടെ കാലും പോയി, ഒരാൾ കാസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. സോ ആകെ അവർ ബഗേഴ്സിനെ പോലെയാണ്, ആ സ്ട്രീറ്റിലെ ബഗേഴ്സിനെ പോലെയാണ് ഇപ്പോൾ അവർ നടക്കുന്നത്. ദെൻ മെനക് ഗോസ് ടു ദി ട്രെയിൻ സ്റ്റേഷൻ. ഹിസ് വേൾഡ് ഷാറ്റേർഡ്. ഹി walks out on the bags and as an express train approaches and station and commits suicide by letting the train run over him. അങ്ങനെ നമ്മുടെ മനക്ക് എന്ത് ചെയ്യാണ്, ആകെ ഷോക്കായിട്ട്. കാരണം ആൾ വേറൊരു വേൾഡിലെത്തി. കാരണം അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളെല്ലാം നഷ്ടപ്പെട്ടു. അവരൊക്കെ വളരെ ദുരിതത്തിൽ ആയിപ്പോയി. സോ മനക്ക് എന്ത് ചെയ്യാണ്, റെയിൽവേ ട്രാക്കിലൂടെ നടന്നിട്ട് ട്രെയിന് മേൽ കയറി അയാൾ ആത്മഹത്യ ചെയ്യാണ്. ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. It turns out that Om and Ishwar were on their way to visit Dina. They are still friends and she gives them meals and money. So നമ്മൾ 2 ബഗേഴ്സായിട്ട് ഈശ്വറിനെയും ഓമിനെയും കണ്ടു എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ നമ്മുടെ ഓമും ഈശ്വറും ദിനയും ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ആ പോണ വഴിക്കാണ് ആക്ച്വലി നമ്മൾ മനക്ക് അവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവരെപ്പോഴും ഫ്രണ്ട്സാണ്. ആൻഡ് ദിനം എന്ത് ചെയ്തു, അവർ വിസിറ്റ് ചെയ്യുമ്പം നല്ല ചോറും നല്ല രീതിയിൽ തന്നെ അവരെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ള ക്യാഷ് കൊടുക്കുമായിരുന്നു. പക്ഷേ അവരപ്പോഴും മെനക്കിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടായിരുന്നു. കാരണം റെഫ്രിജറേഷൻ സ്പെഷ്യലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പോയ മെനക്കിനെ അവരപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പിന്നെ അവർ വീണ്ടും കാണുമെന്നുള്ള രീതിയിൽ അവർ വീണ്ടും പോകുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ദിന പിന്നെ ബ്രദറായിട്ടുള്ള നുസ്വാൻ്റെ അടുത്ത് പോകാൻ നിർബന്ധിതയായിരുന്നു. പക്ഷെ അവിടെ ഒരു വീട്ടുവേലക്കാരിനെ പോലെയാണ് ദിന ട്രീറ്റ് ചെയ്യപ്പെട്ടത്. സോ അവൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയിട്ട് അങ്ങനെയാണ് ബഗേഴ്സിൻ്റെ ഇടയിൽ എത്തുന്നത് ആക്ച്വലി. സോ ഇതാണ് നമ്മുടെ ഫൈൻ ബാലൻസ് എന്ന സ്റ്റോറീൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്യാരക്ടേഴ്സും സമ്മറിയും ഒരുമിച്ച് പഠിച്ചു കേട്ടോ, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. സോ എമർജൻസി പീരീഡാണ് ഇതിൽ മേജറായിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അനാലിസിസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. പക്ഷേ ഈ ക്ലാസ് നിങ്ങൾ മസ്റ്റായിട്ടും കേൾക്കണം. അതുപോലെ തന്നെ അനാലിസിസും നിങ്ങൾ കേൾക്കണം. ഈ സ്റ്റോറിയും എ ഫൈൻ ബാലൻസ് എന്ന് പറയുന്ന ടൈറ്റിലും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും നെക്സ്റ്റ് വീഡിയോ കാണാം. അതിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. ഫൈൻ ബാലൻസിൻ്റെ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണ്ടേ. എസ്സേ ഒക്കെ ചോദിക്കുമ്പോൾ അത് എന്തായാലും എഴുതണം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.